നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വി.ഡി. സതീശൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നുണ പറയുന്നു. ഇത് ഓരോന്നായി LDF പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM SDPID-യിൽ എന്നും കള്ളപ്രചാരണം നടത്തുന്നു MV ഗോവിന്ദൻ. ഒന്നാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞെന്നാരോപിച്ച ഇടുക്കിയിൽ അധ്യാപകന് നേരെ രക്ഷിതാവിന്റെ മർദ്ദനം. മൂന്നാർ തലയാർ എസ്റ്റേറ്റ് പാമ്പൻമലയിൽ ഭീതി പരത്തിയ കടുവയെ വനംവകുപ്പ് കെണിയൊരുക്കി പിടികൂടി. ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയിൽ മോഷണം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി. വിശദമായ വാർത്തകളിലേക്ക്. വി.ഡി. സതീശൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നുണ പറയുന്നു. ഇത് ഓരോന്നായി LDF പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM SDPID-യിൽ എന്നും കള്ളപ്രചാരണം നടത്തുന്നു. വയനാട്ടിൽ വീട് വെച്ച് നൽകുമെന്ന കോൺഗ്രസ് പറഞ്ഞു. ഇതിനായി പിരിവും നടത്തി. പിരിച്ച പണം എവിടെയാണെന്ന് പറയുന്നില്ല. ഈ പണം ഉപയോഗിച്ചല്ലേ കോൺഗ്രസ് ഇലക്ഷന് പ്രചരണം നടത്തുന്നതെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. രാജാക്കാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യം പറയാൻ മതിയാവില്ല, അളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. നിങ്ങൾക്കറിയാം, കോൺഗ്രസുകാരി ദുരന്തം സംഭവിച്ച വയനാട്ടിൽ ഗവൺമെന്റിന് പണം കൊടുക്കേണ്ടില്ല, ഞങ്ങൾ പണം ഉണ്ടാക്കും, എന്നിട്ട് ഞങ്ങൾ തന്നെ വെടിവെച്ചു കൊടുക്കുന്നതാണ് അന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞത്. അവരൊരു പ്രത്യേക ആപ്പുണ്ടാക്കി എത്രയോ കോടി പിരിക്കുമെന്നാണ് പറയുന്നത്. എവിടെ പോയി ആ പിരിച്ച പണം? കളവ് പറയുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് ലോകത്ത് തന്നെ ഗീബൽസിനെ പോലെ ഒരാൾ. അതാണ് സതീശൻ. സതീശൻ പിരിഞ്ഞാന്ന് പറഞ്ഞു, നിങ്ങൾ പോയി നോക്ക്, ഞങ്ങൾ പണി ആരംഭിച്ചു, ഞങ്ങള് കൃത്യസമയത്ത് തന്നെ വീടുണ്ടാക്കി കൊടുക്കും. അപ്പോൾ പിണറായി കൊണ്ടു ചോദിച്ചു, നിങ്ങൾ എപ്പോഴുണ്ടാക്കി കൊടുക്കും? എവിടെയാണ് നിങ്ങളുടെ കാശ്, പണം ആരെ അക്കൗണ്ടിലാണ്? ഇവർ രണ്ടാളും മത്സരിക്കുക. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്നു. ഞങ്ങള് ജോയിന്റ് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത് എന്ന് പറയുകയാണ്. എങ്കിൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയണ്ടേ എന്റെ അക്കൗണ്ടിൽ ഇത്രയുണ്ട്, സംയുക്ത അക്കൗണ്ടിൽ ഇത്രയുണ്ട് പറഞ്ഞില്ല. അപ്പൊ പിന്നെ എവിടെ പണം? കഴിഞ്ഞ 10 കൊല്ലം സമാനതകളില്ലാത്ത വികസനത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജാക്കാട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൈൽ പൈപ്പും ദേശീയപാതകളും വയനാട് തുരങ്കവുമൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയ വികസനങ്ങളുടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം. ഇടുക്കിയിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേയും വിഴിഞ്ഞം തുറമുഖവുമൊക്കെ വികസനത്തിന്റെ മുഖമുദ്രകളായെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എവിടെയാണ് ഈ പണമുള്ളതെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഒരു വീട് പോലും എടുത്തില്ല, ഒരു കല്ല് പോലും അവിടെ വെച്ചില്ല. 1.5 മാസം മുമ്പ് കല്ലിട്ടു, തറക്കല്ലിട്ടു. പക്ഷെ ആ തറക്കല്ല് പോലും ഇപ്പോൾ അവിടെ കാണാനില്ല. 3.5 ഏക്കർ സ്ഥലം കൊണ്ട് 230 വീട് എങ്ങനെ എടുക്കുക? കോൺഗ്രസിന് 100 വീട്, യൂത്ത് കോൺഗ്രസിന് 30 വീട്, രാഹുൽ ഗാന്ധിക്ക് 100 വീട്. എവിടെ? ഒരു ദുരന്തം വന്ന സന്ദർഭത്തിൽ പണം മുഴുവൻ വാങ്ങിയിട്ട് ഒരു അഡ്രസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ഈ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ കേരളം ഏൽപ്പിക്കും? നിങ്ങളിത് മുഴുവൻ വിഴുങ്ങിയല്ലേ? നിങ്ങൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇലക്ഷൻ പ്രവർത്തനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പൈസയാണെന്ന് ശരിയാ, പക്ഷേ ഒരൊറ്റ വീടെടുക്കാൻ നിങ്ങൾ തയ്യാറായോ? അവിടെ ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് 178 വീട് എടുത്ത് പൂർത്തിയാക്കി കൈമാറിക്കഴിഞ്ഞു. അത്യാവശ്യം ചില പണി കൂടി കഴിഞ്ഞാൽ വിഷുവാകുമ്പോഴേക്ക് അവിടെ ഈ 178 വീടിനെയും ആളുകൾക്ക് താമസിക്കാനാവും. എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള വീടാണ്. ഞാൻ അവിടെ പോയി കണ്ടതാണ്. അപ്പൊ കള തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ലീഗുകാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമുകാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് പറഞ്ഞു SIR ആരാ പിണറായി വിജയന് തോന്നിയാണ് SIR-നെതിരായിട്ട് പ്രമേയം പാസാക്കി. രാജാക്കാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ LDF ഉടുമ്പൻചോല മണ്ഡലം ചെയർമാൻ CU ജോയി അധ്യക്ഷത വഹിച്ചു. MM മണി MLA, CV വർഗീസ്, NB സുനിൽകുമാർ, സുമ സുരേന്ദ്രൻ, പ്രിൻസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ദേവികുളം മണ്ഡലത്തിലെ LDA സ്ഥാനാർത്ഥി S രാജേന്ദ്രന്റെ പ്രചരണാർത്ഥമുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടിമാലിയിൽ നടന്നു. മുൻ ഗോവ ഗവർണറും മുൻ BJP സംസ്ഥാന അധ്യക്ഷനുമായ PS ശ്രീധരൻപിള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. S രാജേന്ദ്രന്റെ BJP പ്രവേശനത്തോടെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ ദേവികുളം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന S രാജേന്ദ്രന്റെ പ്രചരണാർത്ഥമായിരുന്നു അടിമാലിയിൽ NDA കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അടിമാലി പഞ്ചായത്ത് ഹാളിൽ നടന്ന കൺവെൻഷൻ മുൻ ഗോവ ഗവർണറും മുൻ BJP സംസ്ഥാന അധ്യക്ഷനുമായ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജനഹൃദയങ്ങളെ തന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിച്ച അനുഭവജ്ഞാനമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിന് മുമ്പിൽ കേവലം 11 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പ്രവർത്തനത്തിലുള്ള ദിവസം, പരസ്യമായ പ്രവർത്തനം 9 ദിവസമോ 8 ദിവസമോ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എല്ലാ മുക്കും മൂലയും അറിയാം. ഏതാണ്ട് ഈ മണ്ഡലത്തിലെ ഒട്ടേറെ ബഹുഭൂരിപക്ഷം വോട്ടർമാരെ നേരിട്ടറിയാവുന്ന ഒരമൂല്യ പ്രതിഭയായ നേതാവിനെയാണ് ഇത്തവണ നമുക്ക് സ്ഥാനാർത്ഥിയായി ലഭിച്ചിട്ടുള്ളത്. കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. സ്ഥാനാർത്ഥിയും നിരവധി പ്രവർത്തകരും NDA നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച കൺവെൻഷൻ ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. കൺവെൻഷനിൽ BJP-യുടെയും NDA-യുടെയും നേതാക്കളായ ശ്രീവിദ്യ രാജേഷ്, NS അനീഷ്, VN സുരേഷ്, VR അളകരാജ്, KS അജി, സോജൻ ജോസഫ്, G ഗുരുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകരുടെ പങ്കാളിത്തത്താൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ NDA-യുടെ മണ്ഡലത്തിൽ ശക്തിപ്രകടനം കൂടിയായി മാറി. സിറ്റി വിഷൻ, അടിമാലി. LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ വിജയത്തിനായി LDF-ന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. കഞ്ഞിക്കുഴിയിൽ നടന്ന പൊതുയോഗം CPM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി അസംബ്ലി മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് LDF-ന്റെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പെരുവിലങ്ങാട്ട് അധ്യക്ഷത വഹിച്ച യോഗം CPM പോളിറ്റ് ബ്യൂറോ അംഗം ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ 10 വർഷങ്ങൾക്കിടയിൽ കണ്ട വികസനം മറ്റേത് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്? ലൈഫ് മിഷനിൽ 5 ലക്ഷത്തിലധികം വീടുകളാണ് നൽകിയിരിക്കുന്നത്. ആ 5 ലക്ഷം വീടുകൾ, അതിന്റെ നിലവാരം ആരും സന്തോഷത്തോടെ താമസിക്കാൻ താല്പര്യപ്പെടുന്ന വീടുകളാണ്. തൊട്ട് അടുത്ത കർണാടകയിലും തെലങ്കാനയിലും എന്താ സംഭവിക്കുന്നത്? ഇന്ദിര അമ്മ ഇല്ലു എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യമർപ്പിച്ച LDF നേതാക്കളായ ലിസി ജോസ്, ബിനു TR, ജോഷി മാത്യു, എബിൻ ജോസഫ്, ET ദിലീപ് എന്നിവർ സംസാരിച്ചു. നിരവധി LDF പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ, ഇടുക്കി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF മുല്ലക്കാനം വാർഡ് കുടുംബസംഗമം മുല്ലക്കാനം കോയിത്തറ ജോണിയുടെ ഭവനാങ്കണത്തിൽ നടത്തി. KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം UDF മുല്ലക്കാനം വാർഡ് കുടുംബസംഗമം മുല്ലക്കാനം കോയിത്തറ ജോണിയുടെ ഭവനാങ്കണത്തിൽ നടന്നു. KPCC സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്തു.
യഥാർത്ഥത്തിലുള്ള ഉടുമ്പൻചോലക്കാരൻ ആരാ? നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പില് നമ്മൾ പ്രാദേശികവാദം കോൺഗ്രസോ UDF പറയുന്നത് ശരിയല്ല എങ്കിലും നമ്മുടെ നിയോജകമണ്ഡലംകാരനല്ല നമ്മുടെ സ്നേഹിതൻ ജയചന്ദ്രൻ, നമ്മുടെ നിയോജകമണ്ഡലംകാരിയല്ല നമ്മുടെ സംഗീത വിശ്വനാഥൻ. യഥാർത്ഥത്തിൽ നമ്മുടെ നിയോജകമണ്ഡലംകാരൻ നമ്മുടെ പ്രിയപ്പെട്ട സേനാപതി വേണു മാത്രമാണ്. അത് ഈ മണ്ണിന്റെ മണമുള്ള എന്ന് നമ്മൾ എല്ലാ വീടുകളിലും നമുക്ക് പറയാൻ കഴിയണം. അതൊരു നമ്മുടെ വലിയ മെസ്സേജാണ്. ബെന്നി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബാബു കൊച്ചുപുര സ്വാഗതവും സലിം സ്പാറയ്ക്കൽ നന്ദിയും അർപ്പിച്ചു. KPCC മെമ്പർ R ബാലൻപിള്ള, പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ, UDF മണ്ഡലം ചെയർമാൻ സിബി കൊച്ചുവെള്ളാട്ട്, കൺവീനർ ജോഷി കന്യാക്കുഴി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ചിറ്റടി, JSS നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗോപകുമാർ പടത്തിയാനി, കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി OS ജോസഫ്, 2ാം വാർഡ് മെമ്പർ സന്ധ്യ ബൈജു, മുൻ മെമ്പർ പുഷ്പലത സോമൻ, സിജു മങ്കുഴി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. 1ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞെന്നാരോപിച്ച ഇടുക്കിയിൽ അധ്യാപകന് നേരെ രക്ഷിതാവിന്റെ മർദ്ദനം. കാമാക്ഷി പുഷ്പഗിരി സ്വദേശി കളരിക്കൽ ലിൻസ് ജോർജിനാണ് സ്വന്തം വീടിന്റെ മുറ്റത്ത് വെച്ച് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ മർദ്ദനമേറ്റത്. മർദ്ദിച്ച വ്യക്തിയെയും പഠിപ്പിച്ചത് ലിൻസ് തന്നെ. സ്വകാര്യ സ്കൂളിലെ അധ്യാപകനായ ലിൻസ് ജോർജിനാണ് സ്വന്തം വീട്ടിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റത്. ലിൻസിന്റെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വഴക്കു പറഞ്ഞെന്നാരോപിച്ചാണ് രക്ഷിതാവായ പുഷ്പഗിരി മാക്കൽ ശരത് ശശിയും സുഹൃത്തും ചേർന്ന് ആക്രമണം നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം. മദ്യപിച്ചെത്തിയ ശരത്തും സുഹൃത്തും ബൈക്കിലാണ് ലിൻസിന്റെ വീട്ടിലെത്തിയത്. തുടർന്ന് വീടിനുള്ളിലായിരുന്ന ലിൻസിനെ ഇവർ പുറത്തേക്ക് വിളിച്ചിറക്കി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 7 വർഷമായിട്ട് ഞാൻ അധ്യാപകനായിട്ട്, അപ്പോൾ എന്നെ മർദ്ദിച്ച് ഈ ശരത്തിനെയും ഞാൻ പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിയെയും ഞാനിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊച്ചിനെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ വിദ്യാർത്ഥിയായ ഈ ആള് എന്നെ മർദ്ദിച്ചത്. ആക്രമണത്തിൽ ശരീരത്തെ സാരമായി പരിക്കേറ്റ ലിൻസിനെ ആദ്യം തങ്കമണി സഹകരണ ആശുപത്രിയിലും പിന്നീട് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അധ്യാപകന്റെയും കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ശരത്തിനും സുഹൃത്തിനുമെതിരെ തങ്കമണി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, ഇടുക്കി. മൂന്നാർ തലയാർ എസ്റ്റേറ്റ് പാമ്പൻമലയിൽ ഭീതി പരത്തിയ കടുവയെ വനംവകുപ്പ് കെണിയൊരുക്കി പിടികൂടി. കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് 15ലധികം പശുക്കളെയായിരുന്നു പ്രദേശത്ത് കടുവ കൊലപ്പെടുത്തിയത്. കടുവയെ പിടികൂടുവാനുള്ള ശ്രമം വനംവകുപ്പ് ആരംഭിച്ചിട്ട് ദിവസങ്ങളായിരുന്നു. ഇന്ന് കടുവ വനംവകുപ്പ് ഒരുക്കിയ കെണിയിൽ അകപ്പെട്ടു. മൂന്നാർ തലയാർ എസ്റ്റേറ്റ് പാമ്പൻമലയിൽ പശുക്കളെ കൊലപ്പെടുത്തുകയും ഭീതി പരത്തുകയും ചെയ്തിരുന്ന കടുവയെ വനംവകുപ്പ് പിടികൂടി. വനംവകുപ്പ് ഒരുക്കിയ കെണിയിൽ കടുവ അകപ്പെട്ടു. കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് 15ലധികം പശുക്കളെയായിരുന്നു പ്രദേശത്ത് കടുവ കൊലപ്പെടുത്തിയത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തി. പ്രദേശവാസികൾ വനംവകുപ്പിനെതിരെ സമരവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കെണിയൊരുക്കി കാത്തിരിപ്പ് ആരംഭിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിൽ കടുവ കൂട്ടിലകപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം കടുവ വീണ്ടും പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇവിടേക്ക് വീണ്ടും കടുവ എത്തുവാനുള്ള സാധ്യത മുമ്പിൽ കണ്ട വനംവകുപ്പ് കൂടുമാറ്റി സ്ഥാപിച്ചു. ഈ കെണിയിൽ കടുവ അകപ്പെടുകയായിരുന്നു. കടുവയെ ദേവികുളത്തെത്തിച്ച ശേഷം ആരോഗ്യസ്ഥിതി വിലയിരുത്തും. ഇതിനുശേഷമാകും കടുവയെ തുറന്നുവിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. മൂന്നാറിൽ റേഞ്ച് ഓഫീസർ S ബിജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമായിരുന്നു കടുവയെ പിടികൂടാൻ കെണിയൊരുക്കിയത്. സിറ്റി വിഷൻ, മൂന്നാർ. ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയിൽ മോഷണം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി. തങ്കമണി മരിയാപുരം സ്വദേശിയായ ചുഴലി മഹേഷ് എന്ന് വിളിക്കുന്നയാളെയാണ് വെള്ളത്തൂവൽ പോലീസ് പീരുമേട്ടിൽ നിന്നും പിടികൂടിയത്. മോഷണം നടത്തിയ ശേഷം തമിഴ്നാട്, പാലക്കാട് തുടങ്ങിയ ചുറ്റി സഞ്ചരിച്ച ശേഷം പീരുമേട്ടിലെത്തിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ വാതിൽ തകർത്ത് 1 ലക്ഷത്തിലധികം രൂപ മോഷ്ടിക്കപ്പെട്ടത്. CCTV പരിശോധനയിൽ തങ്കമണി മരിയാപുരം സ്വദേശി ചുഴലി മഹേഷ് എന്ന് വിളിക്കുന്നയാളാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു.
ചൊവ്വാഴ്ച പുലർച്ചെ 1-നും 2-നും ഇടയിലാണ് സംഭവം നടന്നത്. ഓഫീസ് മുറിയുടെ തടിവാതിൽ കല്ലുകൊണ്ടിടിച്ച് തകർത്ത് അകത്ത് കയറിയാണ് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം പ്രതി മോഷ്ടിച്ചത്. പ്രതിയായ മഹേഷിനെ വെള്ളത്തൂവൽ പോലീസ് പീരുമേട്ടിൽ നിന്നും പിടികൂടി. മോഷണം നടത്തിയ ശേഷം തമിഴ്നാട്, പാലക്കാട് തുടങ്ങിയ ഇടങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച ശേഷം പീരുമേട്ടിലെത്തിയ പ്രതിയെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തി കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മോഷണശേഷം പ്രതി ആനച്ചാലിൽ നിന്നും KSRTC ബസ്സിൽ പുലർച്ചെ 3-ന് മൂന്നാർ പോസ്റ്റ് ഓഫീസ് കവലയിൽ വന്നിറങ്ങിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. പിടിയിലായ മഹേഷ് 5-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. സിറ്റി വിഷൻ, വെള്ളത്തൂവൽ. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. തണുപ്പ് ആസ്വദിക്കാൻ മൂന്നാറിലെത്തി ഒരു ചായയോ കാപ്പിയോ കുടിക്കാമെന്ന് വെച്ചാൽ ഇനി മുതൽ അധിക പണം നൽകണം. പാചകവാതക ക്ഷാമത്തെ തുടർന്നാണ് മൂന്നാറിലെ ഹോട്ടലുടമകൾ ചായയ്ക്കും ഒപ്പം കാപ്പിക്കും വില കൂട്ടിയത്. ചായയ്ക്ക് 15-ഉം കാപ്പിക്ക് 20 രൂപയായിട്ടാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മൂന്നാറിലെത്തി തണുപ്പ് ആസ്വദിച്ച് മടുപ്പകറ്റാൻ ഒരു ചായയോ കാപ്പിയോ കുടിക്കാമെന്ന് വെച്ചാൽ ഇനി മുതൽ അധിക പണം കയ്യിൽ കരുതേണ്ടി വരും. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെയാണ് ചായയ്ക്കും ഒപ്പം കാപ്പിക്കും വില വർദ്ധിപ്പിക്കാൻ മൂന്നാറിലെ ഹോട്ടലുടമകൾ തീരുമാനിച്ചിട്ടുള്ളത്. പാചകവാതക ക്ഷാമം രൂപം കൊണ്ടതോടെ ഭക്ഷണം പാകം ചെയ്യാൻ ചെലവ് വർദ്ധിച്ചെന്നും വില വർധനയില്ലാത്ത മുമ്പോട്ട് പോകാനാവില്ലെന്നും ഹോട്ടലുടമകൾ പറയുന്നു. அத்தியாவசிய சாதனங்களுக்கு எல்லா விலையும் கூடியிருக்குது. கேஸ் 1450 ரூபாய் வந்து இப்போ ஒற்றடிக்கு 3450 ரூபாய்க்கு கூடியிருக்குது. அது இல்லாமல் எல்லா சாதனங்களும் எண்ணெய், அத்தியாவசியம் எல்லாமே விலை கூட்டியிருக்கனால நாங்கள் எங்களை கொண்டு முடியாத பட்சத்தில் இந்த விலை വർധന ആക്കിയിരിക്കും. 13 രൂപയുണ്ടായിരുന്ന ചായയ്ക്ക് 15-ആയും കാപ്പിക്ക് 20 രൂപയുമായിട്ടാണ് വില വർദ്ധിച്ചിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടിയോളം തുക നൽകിയാണ് ഹോട്ടലുടമകൾ പലരും കടയ്ക്ക് ഷട്ടറിടാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ രീതിയിൽ പോയാൽ മറ്റു വിഭവങ്ങൾക്കും വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കട ഉടമകൾ പറയുന്നു. അതേസമയം ചായയ്ക്കും കാപ്പിക്കും വില വർദ്ധിപ്പിച്ചത് സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തും. സിറ്റി വിഷൻ, മൂന്നാർ. തേക്കടിയിൽ ഇനി പൂക്കളുടെ വസന്തകാലം. കുമളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും മണ്ണാർത്തറയിൽ ഗാർഡൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 18ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് നാളെ കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ തിരിതെളിയും. മെയ് 3 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്. കുമളി ഗ്രാമപഞ്ചായത്ത്, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, മണ്ണാർത്തറയിൽ ഗാർഡൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കല്ലറയ്ക്കൽ ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത്.
1-ാം തീയതി തന്നെ മേള ആരംഭിക്കും. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, മത്സ്യകന്യകയും ഒരു ഗോസ്റ്റ് ഹൗസും ഇത്തവണ ക്രമീകരിച്ചിട്ടുണ്ട്. പട്ടണങ്ങളിൽ മാത്രം കാണുന്ന ഒരു പരിപാടിയായിരുന്നു മത്സ്യകന്യക. അത് തായ്ലൻഡിലെ, ഇന്തോനേഷ്യയിലെ യുവതികളാണ് ആ മത്സ്യകന്യകളായിട്ട് വലിയ ടാങ്കുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 20,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്ക് കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിനുള്ളിലാണ് ഈ മത്സ്യകന്യകമാർ നീന്തി തുടിച്ച് നമ്മുടെ കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള പരിപാടി. അതോടൊപ്പം തന്നെ ഒരു ഗോസ്റ്റ് ഹൗസും കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു അമ്യൂസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടെ മേള നഗറിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ MM വർഗീസ് അധ്യക്ഷത വഹിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രൊഫസർ ഷീല സ്റ്റീഫൻ മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ ഇടുക്കി ജില്ലയിലെ മികച്ച പ്രൈമറി സ്കൂളായി തെരഞ്ഞെടുത്ത കുമളി ട്രൈബൽ UP സ്കൂളിനെ ആദരിക്കും. കൂടാതെ പ്രശസ്ത ചിത്രകാരനായ അബ്ദുൾ റസാഖ് രചിച്ച കുമളിയുടെ സ്ഥലനാമ ചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും. പ്രദേശത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ ആശംസകൾ നേർക്കും. ഉദ്ഘാടനത്തിന് ശേഷം ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. മെയ് 3 വരെ നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയുടെ ഭാഗമായി വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംവാദങ്ങളും സംഘടിപ്പിക്കും. ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി ചെറിയ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ പ്രദർശനവും പ്രത്യേക ആകർഷണമാകും. മേളക്കാലത്ത് വിവിധ സ്കൂളുകളും കലാസംഘടനകളും ചേർന്ന ദിവസേന വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കും. പുഷ്പമേളയുടെ ജനറൽ കൺവീനർമാരായ TT തോമസും ഷാജി മണ്ണാറത്തറയും അറിയിച്ചു. സിറ്റി വിഷൻ, കുമളി. പാറക്കടവ് കാമാക്ഷി ശ്രീ അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം സമാപിച്ചു. വർണ്ണാഭമായ താലപ്പൊലി ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവം സമാപിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജാ ചടങ്ങുകൾ നടന്നത്. മാർച്ച് 26 മുതൽ 30 വരെ 5 ദിവസങ്ങളിലായാണ് ഉത്സവം ആഘോഷിച്ചത്. 26 വൈകുന്നേരം 6:45 തൃക്കൊടിയേറ്റ്. തുടർന്നുള്ള ഉത്സവ ദിനങ്ങളിൽ പൊങ്കാല, കാര്യസിദ്ധി പൂജ, രുദ്രാഭിഷേകം, ദേവിക്ക് പൂമൂടൽ, പള്ളിവേട്ട തുടങ്ങിയ വിശേഷാൽ ക്ഷേത്രാചാര ചടങ്ങുകളും നടന്നു. പ്രാദേശിക കലാപരിപാടികൾക്കൊപ്പം ഫ്യൂഷൻ തിരുവാതിരയും കൈകൊട്ടിക്കളിയും മൂവാറ്റുപുഴ ഭൈരവി ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു. സമാപന ദിവസം വൈകുന്നേരം നടന്ന ആറാട്ടിലും താലപ്പൊലി ഘോഷയാത്രയിലും 100 കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. താലപ്പൊലി ഘോഷയാത്രയിൽ വിവിധ പ്ലോട്ടുകൾ, വാദ്യമേളങ്ങൾ തുടങ്ങിയവ അണിനിരന്നു. അന്നദാനത്തിന് തയ്യാറാകുന്ന വിഭവങ്ങൾ ദേവിയുടെ മുൻപിൽ വിളമ്പുന്ന പ്രത്യേക ചടങ്ങും ക്ഷേത്രത്തിൽ നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും പ്രതീഷ് മാധവൻ ശാന്തി, സോജി ശാന്തി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് ക്ഷേത്രപൂജാ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽ KM, വൈസ് പ്രസിഡന്റ് പ്രസാദ് KS, സെക്രട്ടറി സുനിൽ കുമാർ MR, സന്ദീപ് NV, സുരേഷ് കാച്ചനോക്കൽ, വനിതാ സംഘം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, കുമാരി സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,630 രൂപ, പവന് 1,90,40 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നുണ പറയുന്നു. ഇത് ഓരോന്നായി LDF പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM SDPIDയിൽ എന്നും കള്ളപ്രചാരണം നടത്തുന്നു MV ഗോവിന്ദൻ.
ഒന്നാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ വഴക്കു പറഞ്ഞെന്നാരോപിച്ച ഇടുക്കിയിൽ അധ്യാപകന് നേരെ രക്ഷിതാവിന്റെ മർദ്ദനം. മൂന്നാർ തലയാർ എസ്റ്റേറ്റ് പാമ്പൻമലയിൽ ഭീതി പരത്തിയ കടുവയെ വനംവകുപ്പ് കെണിയൊരുക്കി പിടികൂടി. ആനച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയിൽ മോഷണം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.